മിലിറ്ററി സദാനന്ദ് നീണ്ട കഥ അധ്യായം 25. മിലിറ്ററി സദാനന്ദ് എന്ന നീണ്ട കഥ അധ്യായം 1 മുതൽ 24 വരെയുള്ളവയുടെ സാരാംശം താഴെ കൊടുക്കുന്നു. ഈ കഥ വിശദമായി അറിയുവാൻ എല്ലാ അധ്യായങ്ങളും മുഴുവനും വായിക്കുക. മിലിറ്ററിയിൽ ജോലിയുള്ള സദാനന്ദ് മിലിറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയ ശേഷം നാട്ടിലേക്ക് പോകുവാൻ വേണ്ടി ലുധിയാന സ്റ്റേഷനിലെത്തുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അയാൾക്ക് ട്രെയിൻ കിട്ടാതെ വരുന്നു. അതിനാൽ അയാൾ അവിടെ ഒരു ലോഡ്ജിൽ കഴിയുന്നു. രാത്രിയിൽ 3 ഗുണ്ടകൾ ഓടിച്ച ലക്ഷ്മി എന്ന 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്വന്തം സഹോദരിയായി കരുതി അഭയം കൊടുക്കുന്നു. അവളെ പലതും പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് ലുധിയാനയിൽ കൊണ്ടുവന്നത് ലത്തീഫ് എന്ന അയൽവാസിയാണെന്ന് പറയുന്നു. അവൾക്ക് ലുധിയാനയിൽ സ്വന്തക്കാർ ആരുമില്ലാത്തതുകൊണ്ടും നാട്ടിലെ സ്വന്തം വീട്ടിൽ ഉടനെ പോയി വീട്ടുകാരെ നേരിടാൻ വയ്യാത്തതുകൊണ്ടും അവൾ സദാനന്ദൻ്റെ വീട്ടിൽ പോകുന്നു. അയാളുടെ അമ്മയ്ക്ക് അവളെ ആ വീട്ടിൽ നിർത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സദാനന്ദൻ്റെ അപ്പച്ചിയും സ്വമേധയാ പെൻഷൻ പറ്റിയവരും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത അപ്പച്ചിയുടെ വീട്ടിൽ താമസിക്കാൻ അവരുടെ കൂടെ പറഞ്ഞു വിടുന്നു. അവിടെ ചെന്നിട്ട് ലക്ഷ്മി അപ്പച്ചിയുടെ പൂർവ്വകാല സഹപാഠിയും കാമുകനുമായ കാർത്തികുമായുള്ള വിവാഹം നടക്കുവാൻ മുൻകൈ എടുത്ത് നടത്തിക്കുന്നു. അപ്പച്ചിയും ഭർത്താവ് കാർത്തികേയനും ചേർന്ന് സഹോദരന്മാരാണെന്ന് സ്വയം വിശ്വസിക്കുന്ന സദാനന്ദൻ്റെയും ലക്ഷ്മിയുടെയും കല്യാണം നടത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ കല്യാണത്തിന് അവർ തയ്യാറല്ലെന്ന് പറയുന്നു. അതിനാൽ ആദ്യം ലക്ഷ്മിയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കാർത്തിക് തീരുമാനിക്കുന്നു. അതിൽ അയാൾ വിജയിക്കുന്നു. അതിനുശേഷം സദാനന്ദനെയും ഹിപ്നോട്ടൈസ് ചെയ്യാൻ കാർത്തിക് ശ്രമിക്കുന്നു. അയാൾ ലക്ഷ്മിയുടെ കാര്യത്തിൽ വിജയിക്കുന്നു. എന്നാൽ സദാനന്ദനെ ഒരു പ്രാവശ്യം ഹിപ്നോട്ടൈസ് ചെയ്തിട്ടും വിജയിക്കാഞ്ഞതുകൊണ്ട് 2ാം വട്ടവും അങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് കാർത്തിക് സദാനന്ദനോട് ലക്ഷ്മിയെ ഇപ്പോൾ ആരായിട്ടാണ് കാണുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീയായിട്ടാണെന്ന് അയാൾ മറുപടി പറയുന്നു. എങ്കിലും ലക്ഷ്മിയെ കല്യാണം ചെയ്യാൻ വലിയ താല്പര്യമില്ലെന്ന് പറയുന്നു. എന്നാലും ലക്ഷ്മിയെ ആരും വിവാഹം ചെയ്യാതെ വന്നാൽ അയാൾ ചെയ്യാമെന്നും പറയുന്നു. അതുകൊണ്ട് അവൾക്ക് തന്നേക്കാൾ നല്ലൊരു പയ്യനെ കൊണ്ടു കൊടുക്കാമെന്ന് സദാനന്ദ് പറയുന്നു. മുന്നോട്ടുള്ള കഥയറിയാൻ അധ്യായം 25 തുടർന്ന് വായിക്കുക. ഈ ചാനലിലെ പ്രിയപ്പെട്ട വായനക്കാരിൽ കൂടുതൽ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് എല്ലാ വായനക്കാർക്കും ഓരോ അധ്യായങ്ങളും അതാതിൻ്റെ ക്രമം അനുസരിച്ച് കിട്ടുന്നില്ലെന്ന് ഒരാക്ഷേപമുണ്ട്. അത് വരാതിരിക്കാൻ ഈ ചാനലിൽ ഇന്ന് വരെ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള പഴയതും പുതിയതും ഉൾപ്പെടെ എല്ലാ പരിപാടികളും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇത് അറിയാവുന്നവർ ഒഴികെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം തുറക്കുക. അപ്പോൾ ആ പരിപാടിയുടെ അടിയിൽ മഞ്ഞ നിറത്തിലുള്ള എംബ്ലം കാണാം. അതിനടുത്തുള്ള കുട്ടിക്കളികൾ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് വിരലമർത്തുക. അപ്പോൾ കുറേ പരിപാടികൾ തുറന്നു വരും. അതിൻ്റെ മുകളിൽ ഹോം വീഡിയോ ഷോർട്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇതിൽ വീഡിയോയിൽ വിരലമർത്തുക. പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാം തുറന്നു വരും. ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയും ബെൽ ഐക്കോണിൽ വിരലമർത്തുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും അപ്രകാരം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു. മിലിറ്ററി സദാനന്ദ് നീണ്ട കഥ അധ്യായം 25. സദാനന്ദിന് കല്യാണത്തിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ലക്ഷ്മിക്ക് അയാളേക്കാൾ നല്ലൊരു പയ്യനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരാമെന്ന് പറയുന്നു. അവൾക്ക് അയാളോടുള്ള കടപ്പാട് മൂലം അയാൾ കൊണ്ടുവരുന്ന ഏത് വിവാഹത്തിനും അവൾ സമ്മതിച്ചോളാമെന്ന് പറയുന്നു. അങ്ങനെ ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിൽ നിന്നും സദാനന്ദ് രക്ഷപ്പെടുന്നു. അതിനാൽ സദാനന്ദ് ലക്ഷ്മിക്ക് വേണ്ടി പേപ്പറിൽ കാണുന്ന വിവാഹ പരസ്യങ്ങൾ കണ്ട് പല പയ്യന്മാരെ അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയതുകൊണ്ട് അയാൾ ശാരീരികമായും മാനസികമായും ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കാർത്തികേയൻ അയച്ചു കൊടുത്ത പരസ്യത്തെക്കുറിച്ച് ഉടനെ പോകാൻ വയ്യെന്ന് രാമചന്ദ്രൻ പറഞ്ഞറിഞ്ഞു. അതുകൊണ്ട് കാർത്തികേയൻ സദാനന്ദിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ആ പരസ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ താമസിച്ചാൽ ആ പയ്യൻ്റെ ആൾക്കാർ വേറെ വല്ല പെൺവീട്ടുകാർക്കും വാക്ക് കൊടുത്തെന്നുമിരിക്കും. അതുകൊണ്ട് സദാനന്ദന് പോകാൻ വയ്യെങ്കിൽ ഞാനും സദാനന്ദൻ്റെ അച്ഛനും കൂടി പോയി അന്വേഷിച്ചിട്ട് വരാം, എന്താ? അപ്പോൾ സദാനന്ദൻ, എന്നാൽ വളരെ നല്ലത്,
ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങുകയായിരുന്നു. കാർത്തിക്, മോൻ ഒരു കാര്യം ചെയ്യേ, മൊബൈൽ അച്ഛൻ്റെ കയ്യിൽ ഒന്ന് കൊടുക്കൂ. ഞാനും അളിയനും കൂടി പയ്യനെ അന്വേഷിക്കാൻ പോകുന്ന കാര്യം നേരിട്ട് അളിയനോട് പറഞ്ഞോളാം. സദാനന്ദ് മൊബൈൽ അച്ഛന് കൊടുത്തു. കാർത്തിക് പറഞ്ഞു, സദാനന്ദന് പോകാൻ വിഷമമായതുകൊണ്ട് ഞാനും അളിയനും കൂടി പോയി അന്വേഷിച്ചാൽ മതിയെന്ന് സദാനന്ദ് പറഞ്ഞു. അതുകൊണ്ട് ഞാനും അളിയനും ചേർന്ന് ആ സ്ഥലത്ത് പോയി അന്വേഷിച്ചിട്ട് വന്ന് വിവരം പറയുക. അനുയോജ്യനായ പയ്യനാണെങ്കിൽ ആ പയ്യനെ കൊണ്ട് ലക്ഷ്മിയുമായുള്ള കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്യാം. എന്താ രാമേന്ദ്രൻ? എന്നാൽ അങ്ങനെ മതി, കാർത്തിക് തുടർന്നു. അങ്ങനെയെങ്കിൽ ഞാൻ നാളെ കാലത്ത് 7 മണിയാകുമ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കും. അളിയൻ ആ സമയത്ത് അവിടെ വന്ന് നിന്നാൽ മതി. കൂടാതെ ഞാൻ വരുന്ന വണ്ടിയുടെ നമ്പർ ഫോണിൽ കൂടി അയച്ചു തരാം. അങ്ങനെ ആ വണ്ടി കണ്ടുപിടിച്ച് അതിൽ കയറണം. രാമേന്ദ്രൻ 7 മണിക്ക് ആ സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയും ആ വണ്ടിയിൽ കയറി അവർ രണ്ടുപേരും പരസ്യത്തിൽ പറഞ്ഞ സ്ഥലത്ത് ചെന്നെത്തുകയും ചെയ്തു. അവിടെയുള്ള ഒരു ഹോട്ടലിൽ പോയി കാലത്തെ ആഹാരം കഴിച്ചു. അതിനുശേഷം അവർ പലതും അവിടെ വെച്ച് ചർച്ച ചെയ്തു. പിന്നീട് പയ്യൻ്റെ വീട്ടിൽ പോയി പയ്യനെയും മറ്റു ബന്ധുക്കളെയും കണ്ടു. പയ്യനോട് വേണ്ടപ്പെട്ടവരെ 4-5 പേരെ വിളിച്ചുകൊണ്ട് താമസിയാതെ പെണ്ണിനെ കാണാനായി വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും തിരിച്ച് പോകുന്ന നേരത്തെ ഒരു ഹോട്ടലിൽ കയറി ഊണും കഴിഞ്ഞ ശേഷമാണ് മടക്കയാത്ര ചെയ്തത്. പയ്യൻ്റെ വീട്ടുകാർ പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത ഞായറാഴ്ച ദിവസം തന്നെ പയ്യനും വേണ്ടപ്പെട്ടവർ 4 പേരും കൂടി പെണ്ണിനെ കാണാൻ വന്നു. രാമേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പയ്യൻ്റെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. രാമചന്ദ്രൻ, ഇത് എൻ്റെ യങ്ങസ്റ്റ് സിസ്റ്റർ കാർത്തിക. ഇത് അവളുടെ ഹസ്ബൻഡ് കാർത്തികേയൻ. പയ്യൻ്റെ അച്ഛൻ. കൊള്ളാം, അവരുടെ രണ്ടുപേരുടെയും പേരിൽ നല്ല സിമിലാരിറ്റി ഉണ്ടല്ലോ. രാമേന്ദ്രൻ, പേരിൽ മാത്രമല്ല അവരുടെ സ്വഭാവത്തിലും നല്ല ചേർച്ചയുണ്ട്. പിന്നെ ഇതെൻ്റെ വൈഫ് രോഹിണി. ഇത് എൻ്റെ മകൻ ആർ സദാനന്ദ്. ഇത് സരോജം. ഇത് സീമന്തിനി. ഇവർ 3 പേരും എൻ്റെ മക്കളാണ്. പയ്യൻ്റെ അച്ഛൻ. അപ്പോൾ നമ്മൾ 2 ആൺമക്കളുടെയും പേര് ആർ സദാനന്ദ് എന്നതാണല്ലോ. കാർത്തികേയൻ. ഇറ്റ് മേ ബി എ മിയർ കോയിൻസിഡൻസ്. പയ്യൻ്റെ അച്ഛൻ. എൻ്റെ പേര് രാഘവൻ എന്നാണ്. എൻ്റെ അളിയൻ്റെ പേര് പി താമരാക്ഷൻ. ഇത് എൻ്റെ അനന്തരവൻ എസ് പീയൂഷ്. രാഘവൻ്റെ അളിയൻ താമരാക്ഷൻ. അപ്പോൾ ഞങ്ങൾ കാണാൻ വന്ന ആ പെൺകുട്ടി ലക്ഷ്മിയോ? കാർത്തികേയൻ. അവൾ ഞങ്ങളുടെ കുട്ടിയാണ്. താമസിയാതെ വരും. അപ്പോൾ കാർത്തിക, ധൃതിയായോ? പയ്യൻ്റെ അച്ഛൻ രാഘവൻ. ഏയ്, അങ്ങനെയൊന്നുമില്ല, വെറുതെ ചോദിച്ചു, അത്രയേ ഉള്ളൂ. എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ രോഹിണിയും സരോജവും സീമന്തിനിയും ഉള്ളിലേക്ക് കയറിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ചായയുമായി മുമ്പിലും സ്നാക്സും കൊണ്ട് രോഹിണി പുറകിലുമായി പയ്യൻ്റെ പാർട്ടിയുടെ മുമ്പിലേക്ക് ചെന്നു. സരോജവും സീമന്തിനിയും അല്പം അകലെ നിന്നതേയുള്ളൂ. ചായ കൂടി കഴിഞ്ഞപ്പോൾ പയ്യൻ്റെ അമ്മാവൻ പറഞ്ഞു, സദാനന്ദനും ലക്ഷ്മിക്കും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നമുക്ക് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാം. എന്താ? ഉടനെ രോഹിണി പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർ മിക്കപ്പോഴും തമ്മിൽ സംസാരിക്കാറുണ്ട്. ഉടനെ രാമേന്ദ്രൻ, എടി, അത് അവരുടെ സദാനന്ദൻ്റെ കാര്യമാണ് പറഞ്ഞത്. രോഹിണി, ഓഹോ, ഞാൻ ഓർത്തു. സീമന്തിനി, അമ്മയ്ക്ക് എന്തെങ്കിലും വിടുവായി. സരോജ ഉടനെ സീമന്തിനിയെ അങ്ങനെ ഇപ്പോൾ പറയരുത് എന്ന അർത്ഥത്തിൽ സൂക്ഷിച്ചു നോക്കി. അതുകൊണ്ട് അവൾ ആ വാചകം മുഴുവനാക്കിയില്ല. അപ്പോൾ രാഘവൻ, അതിൻ്റെ ആവശ്യമില്ല, മോനൊരു നാണം കുണിയാ. കാർത്തിക ലക്ഷ്മിയോട്, നിനക്ക് വല്ലതും ആ പയ്യനോട് സംസാരിക്കണോ? അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അതുകൊണ്ട് ആർക്കും വെളിയിൽ ഇറങ്ങി നിൽക്കേണ്ടി വരില്ല. ലക്ഷ്മി തലയാട്ടിയതിൻ്റെ അർത്ഥം ആ പയ്യനെ കല്യാണം കഴിക്കുന്നതിൽ അവൾക്കുള്ള എതിർപ്പാണെന്ന് സദാനന്ദന് മനസ്സിലായി. അനന്തരൻ രാഘവൻ പറഞ്ഞു, പയ്യനെ UK വിസ റെഡിയായിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ പറയാം. അപ്പച്ചി, അങ്ങനെ തടസ്സമൊന്നുമില്ല. എന്നാൽ ഒരു പ്രധാന കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ സ്ത്രീധനമായിട്ട് പ്രതീക്ഷിക്കുന്നത് എത്രയാണ്? പയ്യൻ്റെ അച്ഛൻ പറഞ്ഞു, സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യരുത് എന്നല്ലേ നിയമം. ഞങ്ങൾ പൊതുവെ നിയമങ്ങളെല്ലാം പാലിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ അനുജത്തിയുടെ മകളുടെ കല്യാണത്തിന് വന്ന ഒരു ചെറുക്കൻ കൂട്ടർ ഞങ്ങൾ അറിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ വീതം പോരെന്ന് പറഞ്ഞു. ഞങ്ങൾ അവരെക്കുറിച്ച് പോലീസിൽ പരാതി കൊടുത്തു. അവരെ അന്നേരം തന്നെ പോലീസ് തൂക്കിക്കൊണ്ടുപോയി.
ഞങ്ങൾ സ്ത്രീ തന്നെ ഒരു ധനമായി കരുതുന്നവരാണ്. അതുകൊണ്ട് ആ കാര്യമേ നിങ്ങൾ വിട്ടേക്ക്. കാർത്തിക്, നിങ്ങൾ ഉദ്ദേശം എത്ര പേർ വിവാഹത്തിന് കാണാൻ സാധ്യതയുണ്ട്? അത് മറ്റൊന്നും കൊണ്ടല്ല, വരുന്നവർക്ക് എല്ലാം വേണ്ടുന്ന സൗകര്യം ഒരുക്കേണ്ടേ. മറ്റൊന്ന്, ഞങ്ങളുടെ ആൾക്കാരും കൂടുതൽ പേരുണ്ടാവില്ല. അതിനാൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന കല്യാണക്കുറി കൂടി ഞങ്ങൾ അച്ചടിച്ച് തന്നേക്കാം. അതിനാൽ അതിൽ കൊടുക്കേണ്ടുന്ന വിവരങ്ങൾ എല്ലാം ഒന്ന് മെസ്സേജായി അയച്ചു തന്നാൽ മാത്രം മതി. പയ്യൻ്റെ അച്ഛൻ ആ കുറിയിൽ ഞങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്തേക്കാം. പിന്നെ ഞങ്ങളുടെ ബന്ധുക്കളിൽ പലരും UK യിലും USA യിലും മറ്റുമാണ്. അതുകൊണ്ട് കഷ്ടിച്ച് 40-50 പേരെ കാണും. ആ കുറികൾ കൂടി നിങ്ങൾ പ്രിൻ്റ് ചെയ്യിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിൽ വിഷമമില്ല, മറിച്ച് സന്തോഷമേ ഉള്ളൂ. കാർത്തിക്, എന്നാൽ ഏറ്റവും അടുത്ത തീയതിയും മുഹൂർത്തവും നോക്കി നിങ്ങളെ ഫോണിൽ വിളിച്ച് പറയാം. ആ തീയതി സൗകര്യമായാലും അല്ലെങ്കിലും വിവരം അറിയിക്കുക. അതിനനുസരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാമല്ലോ. പയ്യൻ്റെ അച്ഛൻ: ഓ, അങ്ങനെ തന്നെ ചെയ്യാം. പയ്യൻ്റെ ആൾക്കാരെല്ലാം താമസിയാതെ പോയി. അവരുടെ വീട്ടിലെത്തിയിട്ട് 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാർത്തിക് തീയതിയും മുഹൂർത്തവും മറ്റും മൊബൈലിൽ കൂടി അയച്ചു കൊടുത്തു. ഉടനെ തന്നെ ഫോണിൽ കൂടി പയ്യൻ്റെ അച്ഛൻ: ഞങ്ങൾക്ക് ആ തീയതിയിലുള്ള മുഹൂർത്തത്തിൽ കല്യാണം നടത്തുന്നതിൽ അസൗകര്യമൊന്നുമില്ല. ദൂരെ കൂടുതൽ ഉള്ളതുകൊണ്ട് മുഹൂർത്തം 2:30 മണിക്കാണെങ്കിലും ഞങ്ങൾ കഴിവതും 12 മണിക്ക് തന്നെ എത്താൻ നോക്കും. പറഞ്ഞ പ്രകാരം കാർത്തിക് കല്യാണക്കുറി അച്ചടിക്കാൻ തൻ്റെ കൂട്ടുകാരൻ്റെ പ്രസ്സിൽ പോയി 180 കല്യാണക്കുറികൾ അച്ചടിക്കേണ്ട ചാർജും കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോയി. കല്യാണക്കുറികൾ അച്ചടിച്ച് കിട്ടിയപ്പോൾ പയ്യൻ്റെ ആൾക്കാർ കുറവായതുകൊണ്ട് അതിൽ നിന്നും 60 എണ്ണമേ പയ്യൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തുള്ളൂ. ബാക്കി 90 എണ്ണത്തിൽ കാർത്തികയുടെയും കാർത്തിക്കിൻ്റെയും സ്വന്തം ആൾക്കാർക്കും കൂട്ടുകാർക്കുമായി 80 എണ്ണം അയച്ചു കൊടുത്തു. ബാക്കി സൂക്ഷിച്ചു വെച്ചു. കല്യാണ ദിവസത്തിന് 2 ആഴ്ച സമയമുള്ളപ്പോൾ അപ്പച്ചി ലക്ഷ്മിയോട് ചോദിച്ചു: മോടെ കല്യാണം എവിടെ വെച്ച് നടത്തണം? ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. എങ്കിലും മനസ്സിലിങ്ങനെ ഓർത്തു: എനിക്ക് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും എന്നെ സദാനന്ദ് ചേട്ടനുമായുള്ള ദിവാസ്വപ്നം കാണിച്ച് തന്ന ശേഷം ഏതോ ഒരുത്തനുമായിട്ടുള്ള വിവാഹം നടത്താനുള്ള ഒരുക്കത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്. ഇത് പണ്ടാരണ്ട് പറഞ്ഞതുപോലെയുണ്ട്. ഉറങ്ങിക്കിടന്നവനെ വിളിച്ച് ഉണർത്തിയിട്ട് ഇനി ചോറില്ല, കിടന്നുറങ്ങിക്കോളൂ എന്ന പോലെ ആയില്ലേ. വല്ലവനെയും കൊണ്ട് എൻ്റെ കഴുത്തിൽ ഒരു തുടലിടിച്ചിട്ട് അയാളോടൊപ്പം പറഞ്ഞു വിടണമെന്നല്ലേ സദാനന്ദ ചേട്ടന് പോലുമുള്ളൂ. അതുകൊണ്ട് കല്യാണം എവിടെ വെച്ചായാലെന്താ? കൂടാതെ അച്ഛനും അമ്മയും ഉൾപ്പെടെ ബന്ധുക്കൾ ആരും വരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഒരു തരത്തിൽ നല്ലതാണ്. അവരാരും വന്നില്ലെങ്കിൽ അവരെ നേരിടേണ്ട ബുദ്ധിമുട്ടുമില്ലല്ലോ. അതുകൊണ്ട് വിവാഹം എവിടെ വെച്ച് നടന്നാലെന്താ? അതിനാൽ ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അപ്പച്ചി ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ അപ്പച്ചിയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ലക്ഷ്മി ഇത്രയും പറഞ്ഞു: അമ്മേ, എനിക്ക് നമ്മുടെ ഈ വീടിൻ്റെ മുന്നിൽ വെച്ച് നടത്തിയാൽ മതി. കാരണം ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് കൂടുതൽ നാളായില്ലെങ്കിലും നാട്ടിലെ വീട് പോലെ ഞാൻ ഈ വീടുമായി അത്ര ഇടപഴകിപ്പോയി. അപ്പച്ചി: ശരി, മോളുടെ ഇഷ്ടം പോലെ ഇവിടെ വെച്ച് തന്നെ നടത്താം. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു. ലക്ഷ്മിയുടെ വീട്ടുകാരും വന്നില്ല. കൂട്ടുകാരിൽ 2 പേർ മാത്രമേ വന്നിരുന്നുള്ളൂ. കല്യാണം നടക്കാൻ അധികം സമയമൊന്നും ഇല്ലാതിരുന്നിട്ടും ലക്ഷ്മിക്ക് സന്തോഷം തോന്നിയതേയില്ല. കാരണം തന്നോടൊപ്പമുള്ള വിവാഹം അലസിപ്പോയതിൻ്റെ സങ്കടം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് സദാനന്ദനും മനസ്സിലായി. കല്യാണ ദിവസം മണി 11 ആയപ്പോഴേക്കും കുറേശ്ശെ ആളുകൾ വന്നു തുടങ്ങി. മണി 12 ആകുമ്പോഴേക്ക് പയ്യനും കൂട്ടരും വരുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എങ്കിലും മണി 12:30 കഴിഞ്ഞിട്ടും അവരെത്തിയില്ല. മണി 1 ആയിട്ടും അവർ എത്താഞ്ഞപ്പോൾ സദാനന്ദനും അയാളുടെ അച്ഛനും അമ്മയ്ക്കും കൂടാതെ അപ്പച്ചിക്കും കാർത്തികേയനും മറ്റും വലിയ ഉത്കണ്ഠയായി. സദാനന്ദനും അയാളുടെ അച്ഛനും കാർത്തികേയനും മറ്റും അവരവരുടെ നിലയിൽ പയ്യൻ പലരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെന്നാലും ആരുമായിട്ടും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വരൻ്റെ അച്ഛൻ സദാനന്ദൻ്റെ അച്ഛനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു: നിങ്ങളുടെ വീടിനടുത്തുള്ള ആ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെ ഒരു തിയേറ്ററില്ലേ, അതിനടുത്ത് വെച്ച് എൻ്റെ മകനും 3 കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന കാർ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് തടികയറ്റിയ ഒരു ട്രക്കിൽ ഉരസിയതുകൊണ്ട് കാറിൻ്റെ പുറകിലുള്ള സീറ്റിൽ ഇരുന്ന മകന്
ഇടത്ത് കൈ റിസ്റ്റിന് മുകളിൽ അല്പം മുറിവ് പറ്റി. കാറിൻ്റെ മുൻസീറ്റിലിരുന്ന അവൻ്റെ കൂട്ടുകാരന് ഇടത്തെ കൈപ്പത്തിയിൽ ചെറിയ ചതവുണ്ടാവുകയും കാറിൻ്റെ ഡോറിൻ്റെ മുകൾ ഭാഗം തടിയിൽ ഉരസി തന്മൂലം അല്പം ചടങ്ങുകയും ചെയ്തു. എങ്കിലും രണ്ടുപേരുടെയും പരിക്കുകൾ അത്ര സീരിയസ് അല്ല. ഞങ്ങൾ അടുത്തു കണ്ട ഒരു ക്ലിനിക്കിൽ കയറി പ്രാഥമിക ചികിത്സ നേടിയ ശേഷമാണ് യാത്ര പുനരാരംഭിച്ചത്. എന്നാൽ എൻ്റെയും അളിയൻ്റെയും ഒരു കൂട്ടുകാരൻ്റെയും നിർബന്ധപ്രകാരം ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ജ്യോത്സ്യരെ കൂടി കണ്ടിട്ടാണ് വരുന്നത്. രാമചന്ദ്രൻ: എനിക്കും അതിൽ നല്ല വിശ്വാസമാണ്. എന്നിട്ട് ജ്യോത്സ്യൻ വല്ല? പയ്യൻ്റെ അച്ഛൻ: ഇല്ല, അങ്ങനെ ദുശകരമായിട്ട് ഒന്നും കണ്ടില്ലെന്നാണ് ജ്യോത്സ്യർ പറഞ്ഞത്. അതിനാൽ നിങ്ങൾ തുനിഞ്ഞിറങ്ങിയ കാര്യം നടത്തുന്നതിൽ തകരാറൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ മോനും അവൻ്റെ കൂട്ടുകാരിൽ ചിലർക്കും ഈ വക കാര്യങ്ങളിൽ തീരെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞങ്ങൾ വിവാഹത്തിനായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഞങ്ങൾ 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങൾ നേരിൽ കാണുമ്പോൾ പറയാം. രാമേന്ദ്രൻ: എന്നാൽ അങ്ങനെ തന്നെ. 1:20 കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലെത്തി. അവർ എത്തിയ ഉടനെ വീട്ടുകാരിൽ പലരും അവരെ പൊതിഞ്ഞ് പല ചോദ്യങ്ങളും ചോദിച്ചു. കൂടുതൽ ആൾക്കാർ ഇല്ലാതിരുന്നതുകൊണ്ട് സദ്യ ഒരു പന്തിയിൽ കഴിഞ്ഞു. മുഹൂർത്തത്തിന് സമയം അടുത്തു വന്നു. അതിൻ്റെ നാന്ദിയായി മേളക്കാർ പതുക്കെ മേളം തുടങ്ങി. അപ്പോഴേക്കും പൂജാരി മണ്ഡപത്തിൽ കയറിയിരുന്ന് പൂജ തുടങ്ങി. കല്യാണാചാരത്തിൻ്റെ ഭാഗമായി സദാനന്ദ് പയ്യൻ്റെ കാൽ കഴുകാനായി ഒരു കിണ്ടിയിൽ വെള്ളമെടുത്തു കൊണ്ടുപോയി. പയ്യൻ്റെ കാലിൽ വെള്ളമൊഴിച്ച് കൊടുത്ത ശേഷം നെറ്റിയിൽ ചന്ദനക്കുറി ഇട്ട് കൊടുത്തു. എന്നിട്ട് പയ്യനെ കൊണ്ടുപോയി കല്യാണ മണ്ഡപത്തിൽ ഇരുത്തി. പൂജാരി മണ്ഡപത്തിലിരുന്ന് പൂജ തുടങ്ങി. പൂജാരിയുടെ സഹായിയായി നിന്നത് സദാനന്ദനായിരുന്നു. പൂജാകർമ്മങ്ങൾ നടത്തുന്നതിനിടയിൽ പൂജാരി പറഞ്ഞു: പെൺകുട്ടിയെ വിളിക്കൂ, മുഹൂർത്തം അടുത്തു വരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അപ്പച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുടിയിൽ മുല്ലപ്പൂവും ചൂടി നെറ്റിയിൽ ചാന്തുപൊട്ടും ഇട്ട് മാലകളും ചേർത്തി നന്നായി ഒരുങ്ങിയ ലക്ഷ്മി പതുക്കെ കല്യാണപ്പന്തലിലേക്ക് നടന്നു. മണ്ഡപം അടുത്തപ്പോൾ അപ്പച്ചി ലക്ഷ്മിയെ പിടിച്ച് കൊണ്ടുപോയി മണ്ഡപത്തിൽ കയറി ഇരിക്കാൻ സഹായിച്ചു. അപ്പോഴും അവൾ ആരെയും നോക്കാതെ കുനിഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലുകൾ ഒഴുകുന്നുണ്ടായിരുന്നു. അച്ഛനെയും അമ്മയെയും മറ്റുള്ളവരെയും പിരിയുന്നത് കൊണ്ടുള്ള ദുഃഖം കൊണ്ടാകും ലക്ഷ്മി കരയുന്നതെന്നാണ് സദസ്യരിൽ കൂടുതൽ ആളുകളും ധരിച്ചിരുന്നത്. എന്നാൽ അവൾക്ക് മണ്ഡപത്തിലിരിക്കുന്ന ആ പയ്യനുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് സദാനന്ദന് അറിയാമായിരുന്നു. സദസ്യരുടെ കൂട്ടത്തിൽ വരൻ്റെ ഒരമ്മാവന് ഇരിക്കുന്നുണ്ടായിരുന്നു. പൂജാരി പെൺകുട്ടിയോട് മുതിർന്നവർക്ക് എല്ലാം വെറ്റിലയും പാക്കും കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങാൻ പറഞ്ഞു. അവൾ ആദ്യം ചെന്ന് അച്ഛനായ രാമചന്ദ്രനും അമ്മ രോഹിണിക്കും പിന്നെ അപ്പച്ചിക്കും മാമനായ കാർത്തികേയനും സദാനന്ദനും അങ്ങനെ പലർക്കും കൊടുത്ത് അവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങിയ ശേഷം പോയി കല്യാണ മണ്ഡപത്തിൽ കയറിയിരുന്നു. എന്നിട്ട് പയ്യനോടും അതുപോലെ ചെയ്യുവാൻ പറഞ്ഞപ്പോൾ അയാൾ അങ്ങനെ ചെയ്തു. മുഹൂർത്ത സമയം അടുത്തു. അതുകൊണ്ട് പൂജാരിയുടെ സഹായിയായി നിന്ന സദാനന്ദനോട് പൂജാരി പറഞ്ഞു: ആ താലത്തിലിരിക്കുന്ന മാലകൾ താലത്തോടൊപ്പം പൂജിക്കാൻ എടുത്തു തരൂ. അപ്പോഴേക്കും മേളവും മുറുകി വന്നു. അനന്തരം മാലകളിലേക്ക് പൂജാരി കുറച്ച് വെള്ളം തളിച്ച ശേഷം അതിന് മുകളിൽ കുറച്ച് പൂവുകൾ വാരിയിട്ടുകൊണ്ട് കുറേ മന്ത്രങ്ങൾ ജപിച്ചു. പിന്നീട് പൂജാരി സദാനന്ദനോട് പറഞ്ഞു: പൂജിച്ച ഈ മാലകൾ താലത്തോടെ എടുത്ത് വധൂവരന്മാരുടെ മുമ്പിലായി വയ്ക്കൂ. പൂജാരി പറഞ്ഞ പോലെ സദാനന്ദ് ചെയ്തു. സദസ്യരുടെ കൂട്ടത്തിൽ പയ്യൻ്റെ മൂത്ത അമ്മാവന് ഇരിപ്പുണ്ടായിരുന്നു. അയാളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അവിടെ നല്ലൊരു ചടങ്ങ് നടക്കുകയായിരുന്നതുകൊണ്ട് ആ കാൾ ആരുടേതാണെന്ന് നോക്കാതെ തന്നെ അയാൾ അത് കട്ട് ചെയ്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ മൊബൈൽ വീണ്ടും റിങ് ചെയ്തു. അപ്പോൾ അയാളത് എടുത്ത് നോക്കിയപ്പോൾ തീരെ പരിചയമില്ലാത്ത നമ്പർ ആയിരുന്നതുകൊണ്ട് ആ കാൾ അയാൾ വീണ്ടും കട്ട് ചെയ്തു. താമസിയാതെ വീണ്ടും മൊബൈലിൽ ഒരു കാൾ വന്നു. മിലിറ്ററി സദാനന്ദ് എന്ന നീണ്ട കഥയുടെ അധ്യായം 25 ഇവിടെ പൂർണ്ണമാകുന്നു. അധ്യായം 26 താമസം വിന പ്രസിദ്ധീകരിക്കുന്നതാണ്.